ഹരി ഓം. 60-ാമത്തെ സ്തുതി വരുണസ്തുതി. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 28-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ ശ്ലോകങ്ങൾ. ഒരിക്കൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ച നന്ദഗോപർ ദ്വാദശി ദിവസം കുളിക്കാനായി കാളിന്തി നദിയിലിറങ്ങി. സൂര്യോദയത്തിനു മുമ്പ് അസുരന്മാരുടെ സമയമാണെന്ന് ഓർക്കാതെ രാത്രി ജലത്തിലിറങ്ങിയ നന്ദഗോപരെ വരുണഭൃത്യനായ ഒരസുരൻ വരുണൻ്റെ അടുത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഗോപന്മാർ നന്ദഗോപരെ കാണാതെ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. അച്ഛനെ വരുണൻ ഹരിച്ചു എന്ന് മനസ്സിലാക്കി ഭഗവാൻ വരുണൻ്റെ അടുത്ത് ചെന്നു. ലോകപാലനായ വരുണൻ ഭഗവാനെ കാണാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനായി പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജിച്ച് സ്തുതിച്ച് പറഞ്ഞു. നിസ്തുതി കേൾക്കാം. വരുണ ഉവാച അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാത്തോദിഗത പ്രഭോ ത്വത്പാദഭാജോ ഭഗവന്നവാപു പാരമധ്വനഃ നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനേ ന യത്ര ശ്രൂയതേ മായാ ലോകസൃഷ്ടിവികൽപ്പന അജാനതാ മാമകേന മൂഢേന കാര്യവേദിന ആനീതോയം തവ പിതാ തദ്ഭവാൻ ക്ഷന്തുമർഹതി മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നീയതാമേഷ പിതാ തേ പിതൃവത്സല. ഭഗവാനെ ബഹുമാനിച്ച് വരുണൻ പറഞ്ഞു, സ്വാമി, എൻ്റെ ജന്മം സഫലമായി. ഇന്ന് എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ചു. ഞാൻ ഈ ദേഹം ധരിച്ചതിൻ്റെ ഫലം ഇപ്പോൾ കിട്ടി. അങ്ങയുടെ ദർശനത്താൽ നേത്രങ്ങളും സഫലങ്ങളായി. അങ്ങയുടെ സേവകർ സംസാര പാരാവാരം എളുപ്പം കടക്കുന്നു. പരബ്രഹ്മസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ പിതാവിനെ അറിവില്ലാത്ത ഭൃത്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ അപരാധം പൊറുക്കണം. പിതാവിനെ കൊണ്ടുപോയാലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിനാൽ എനിക്ക് അങ്ങയെ ദർശിക്കാൻ സാധിച്ചു. കുറ്റം ചെയ്തവനാണെങ്കിലും സർവസാക്ഷിയായ അങ്ങ് എന്നെ അനുഗ്രഹിക്കുക. ഇത് കേട്ട് സന്തുഷ്ടനായി പിതാവിനൊപ്പം കൃഷ്ണൻ ഗോകുലത്തിൽ തിരിച്ചെത്തി. കണ്ടിട്ടില്ലാത്ത വരുണലോകവും കൃഷ്ണനോട് അവർക്കുള്ള ഭൃത്യഭാവവും കണ്ട് നന്ദൻ അത്ഭുതപ്പെട്ടു. അതെല്ലാം ബന്ധുക്കളെ പറഞ്ഞു കേൾപ്പിച്ചു. ഗോവിന്ദനെ ഈശ്വരനെന്നുറച്ച് ഗോപന്മാർ വണങ്ങി. സ്വന്തം ജനങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി കൃഷ്ണൻ നന്ദനെയും ഗോപന്മാരെയും വൈകുണ്ഠം കാട്ടിക്കൊടുത്തു. തൻ്റെ പരബ്രഹ്മസ്വരൂപവും കാണിച്ചു. ഇതെല്ലാം കണ്ട് ഗോപന്മാർ അത്ഭുതസ്തബ്ധരായി. പരമാനന്ദത്തിൽ മുഴുകിയ നന്ദാദി ഗോപന്മാർ കൃഷ്ണനെ അവിടെ ഛന്ദസ്സുകൾ സ്തുതിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഓം നമോ ഭഗവതേ വാസുദേവ.